ചെറിയ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തിറങ്ങിയ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പ്രകൃതി സൗന്ദര്യം കൂടി ആകുമല്ലോ. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ലേഹ്യം ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. ത്രിഫല ലേഹ്യം നല്ലതാണ് കേട്ടോ. എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ കൊള്ളാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞു തരാവേ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞു തരാം കേട്ടോ. ത്രിഫല ലേഹ്യം, ഉണക്ക നെല്ലിക്കാപ്പൊടി, പിന്നെ അത് ത്രിഫലപ്പൊടി എന്ന് വേണമെങ്കിൽ പറയാം. ത്രിഫലപ്പൊടി, നെല്ലിക്ക, താന്നിക്ക, കടുക്ക ഇത്രയും കൂടെ കൂട്ടി ഉള്ളപ്പൊടി, ഇരട്ടിമധുരം പൊടിച്ചത് 100 ഗ്രാം, 1 കിലോ പനഞ്ചക്കര അലിയിപ്പിച്ചത് കേട്ടോ. എന്നിട്ട് ഇവയെല്ലാം കൂടി ചൂട് കട്ടിയുള്ള ഓട്ടുരുളിയിൽ അലിയിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനിയിലേക്ക് ത്രിഫലപ്പൊടിയും ഇരട്ടിമധുരത്തിൻ്റെ പൊടിയും ഇളക്കി ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കുക. അതിൽ 100 ഗ്രാം ഉരുക്ക് നെയ്യ്, പശുവിൻ നെയ്യ് തന്നെ വേണേ, ചേർത്ത് നന്നായി ഇളക്കുക. ഉണക്കമുന്തിരി നെയ്യിൽ വറുത്ത് കോരി ലേഹ്യത്തിൽ ചേർക്കുക. ഉരുളിയിൽ നിന്നും തണുക്കുമ്പോൾ മാറ്റിയെടുത്ത് ചില്ലുഭരണിയിലാക്കുക. തണുക്കുമ്പോൾ എടുത്ത് വയ്ക്കണം കേട്ടോ. ഇത് എല്ലാ കുട്ടികൾക്കും ഈ ലേഹ്യം 5 വയസ്സിന് മേൽ പ്രായമായുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ആഹാരത്തിന് ശേഷം ഒരു ടീസ്പൂൺ കഴിക്കുക. വളരെ നല്ലൊരു ലേഹ്യമാണ്. അതൊന്ന് കഴിച്ച് നോക്കുക കേട്ടോ. ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം.